പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാ സഹോദരങ്ങൾക്കും ഹൃദ്യമായ ഈദ് മുബാറക്ക് നേരുകയാണ്. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഏറെ ശ്രമകരമായ ദിനരാത്രങ്ങൾക്കുള്ള പ്രതിഫലമായി സൃഷ്ടാവായ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു സുദിനമാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ. ഈ ദിവസം ആഘോഷത്തിൻ്റെ ദിവസമാണ്, ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസം നമുക്ക് നൽകുന്ന സന്ദേശം അത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം അറിയലിൻ്റെ ഒരു സന്ദേശമാണ്. പരസ്പരം തിരിച്ചറിയാനുള്ള വല്ലാത്ത ഒരു സന്ദേശമാണ് ഇത് നമുക്ക് നൽകുന്നത്. കുഞ്ഞു കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞ് പുത്തൻ വസ്ത്രങ്ങളും പുത്തൻ അത്തറും അതിൻ്റെ പരിമളം വീശുന്ന സുഗന്ധവുമായി വിശുദ്ധമായ മസ്ജിദുകളിലേക്ക് തക്ബീറിൻ്റെ അകമ്പടികളോടെ നമ്മൾ പുറപ്പെടുകയാണ്. അവിടെ നിന്ന സാരോപദേശവും ഈദ് നമസ്കാരവും അത് കഴിഞ്ഞ് പരസ്പര ആശ്ലേഷത്തോടു കൂടെ നമ്മൾ ഈ സുദിനത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. വല്ലാത്തൊരു ആത്മീയ അനുഭൂതിയാണ്, അനിർവചനീയമായ വല്ലാത്തൊരു സന്തോഷം ഈ സുദിനം നമുക്ക് നൽകുകയാണ്. കഴിഞ്ഞ മാസം ഒന്നും കഴിച്ചില്ലായിരുന്നു. നമ്മളേറെ ശ്രമകരമായി ജീവിച്ചവരായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെയൊക്കെ സമാപനം കുറിച്ചപ്പോൾ, നമ്മളതിൽ വിജയിച്ചപ്പോൾ, ആ ദിനരാത്രങ്ങൾ ആ തലത്തിൽ തന്നെ ഉപയോഗിച്ചപ്പോൾ ഇങ്ങനൊരു അവസരം അള്ളാഹു നമുക്ക് നൽകി. എന്നാൽ ഇവിടെ നമ്മൾ അറിയണം, ഉള്ളവൻ ഇല്ലാത്തവനിലേക്ക് നോക്കണം. സമ്പന്നൻ ദരിദ്രൻ്റെ ദാരിദ്ര്യത്തിലേക്ക്, അതിൻ്റെ പ്രയാസത്തിലേക്ക് തീർച്ചയായും അവൻ ഇറങ്ങിച്ചെല്ലണം. ഞാൻ ഓർക്കുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈദിൻ്റെ ദിവസം മൈതാനിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പുണ്യ റസൂലും അനുചരന്മാരും പുറപ്പെടുകയാണ്. വഴി മധ്യ കുട്ടികൾ കളിക്കുന്ന ഒരു കളിസ്ഥലം പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. നമ്മളൊക്കെ നോക്കി നിൽക്കുമല്ലോ, ആരാണെങ്കിലും നോക്കിപ്പോകും. ആർപ്പ് വിളികളുമായി കൊച്ചുമക്കൾ അവർ വളരെ ആഹ്ലാദത്തോടെ ഉല്ലസിച്ചു കളിക്കുകയാണ്. പ്രവാചകൻ ആ വഴിയോരത്ത് കൂടെ പോകുമ്പോൾ ഒരു കുഞ്ഞ് ആ കളിയിലൊന്നും ഇറങ്ങാതെ വളരെ വിഷാദമുഖനായി, അവൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ വിഷാദം തലകെട്ടി നിൽക്കുന്നത് കാണാൻ കഴിയും. കണ്ണിലൊലിക്കുന്ന കണ്ണുനീർ തുള്ളികൾ.
സമപ്രായക്കാരായ കുട്ടികൾ വളരെ ആവേശത്തോടെ കളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ തനിച്ച് നിന്ന് സങ്കടപ്പെടുന്ന ഈ മോനെ കണ്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വിളിക്കുന്നു. ആ സ്നേഹസ്പർശമേറ്റ ആ കുഞ്ഞ് കൗതുകത്തോടെ ആരാണ് എന്നറിയാതെ മുഖത്ത് നോക്കുന്നു. പ്രവാചകൻ ചോദിച്ചു, മോനെ എന്തേ? ഈ ഈദിൻ്റെ ദിവസം അവരൊക്കെ കളിക്കുന്നു, നീ അതിലൊന്നും പങ്കെടുക്കാതെ എന്തേ ഇങ്ങനെ ഒരു ഏകാന്തതയോടെ അതും സങ്കട കണ്ണുമായി നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഈ ഒരു ചോദ്യം അവന് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു, അവനിൽ കൗതുകം ജനിപ്പിക്കുന്നു. അവൻ ആഗതൻ പ്രവാചകനാണ് എന്നറിയില്ല. വന്നയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഗദ്ഗദത്തോടെ സങ്കടത്തോടെ പറഞ്ഞു, ഓ മനുഷ്യ, ഈ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചാൽ അങ്ങ് ആരാണ്? ഇങ്ങനെ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? എൻ്റെ കാര്യം പറയാം, ഞാനിങ്ങനെ തനിച്ച് ഏകാന്തതയിൽ ഇരിക്കുന്നത്. റസൂലാണെന്നറിയാത്ത പ്രവാചകനോട് കുഞ്ഞ് പറയാണ്, ഓ മനുഷ്യ, ഈ കളിക്കുന്ന മക്കളൊക്കെ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളാണ്, മക്കളാണ്. അവർക്ക് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. ആ കുഞ്ഞിനെ അതിരാവിലെ വിളിച്ചുണർത്തി ശരീരമാസകലം എണ്ണ നൽകി അവനെ കൃത്യമായി കുളിപ്പിച്ചു. അവർ കൊണ്ടുവന്ന പിതാവ് കൊണ്ടുവന്ന പുതുവസ്ത്രം നൽകി മുടി ചീകി സുന്ദരന്മാരായി ഇങ്ങോട്ട് പറഞ്ഞേക്കുമ്പോൾ ഇതിനെല്ലാം മുന്നിൽ നിന്നത് അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അതിനുവേണ്ട സാമ്പത്തികം നൽകിയത് അവൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ പൂർണ്ണമാക്കാൻ കഴിയാതെ മാതാവും പിതാവുമില്ലാത്ത കുഞ്ഞ് തൻ്റെ കഥനക്കഥ ഈ വന്ന മനുഷ്യനോട് വിവരിക്കുകയാണ്. എനിക്കെങ്ങനെ കളിക്കാൻ കഴിയും? എനിക്കാരുണ്ട്? ആരാരുമില്ലാതെ ഏകാന്തതയുടെ വല്ലാത്ത അഭയാനതകളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ ഏകാന്തതയുടെ കയ്പ് നീര് അനുഭവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോലെ എനിക്കാകാൻ കഴിയുമോ? എനിക്ക് കളിക്കാൻ കഴിയുമോ? നല്ല വസ്ത്രം പോലുമില്ലാതെ. വേണ്ട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരു ഉമ്മയില്ലാതെ അവരെപ്പോലെ എനിക്ക് എങ്ങനെ കഴിയും? ഞാൻ സങ്കടപ്പെട്ടതാണ്. പരിശുദ്ധ പ്രവാചകർ അവിടുത്തെ കണ്ണു നിറയുകയാണ്. ഉടനെ ചോദിച്ചു, മോനെ ഒരു കാര്യം ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ നിന്റെ പിതാവാകൽ നീ ഇഷ്ടപ്പെടുമോ മോനെ? ആയിഷ, എൻ്റെ പ്രിയപ്പെട്ട ആയിഷ, നിന്റെ മാതാവാകൽ നീ ഇഷ്ടപ്പെടുമോ മോനെ? ആ കുഞ്ഞ് അത്ഭുതം സഹിക്കാൻ കഴിയാതെ ഈ വന്ന മനുഷ്യനിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അങ്ങ് റസൂലാണോ? അങ്ങാണോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെയെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭാഗ്യമുള്ള ഒരു മോൻ ആരാണ് ഈ ലോകത്തുണ്ടാവുക? അങ്ങ് പിതാവാവുക. പ്രിയപ്പെട്ട ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാതാവാവുക. ഇതിനേക്കാളൊരു സന്തോഷം ഇനി മറ്റാർക്ക് കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ വാരി പുണർന്ന് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, ഞാനൊരു പെരുന്നാൾ സമ്മാനം തരട്ടെ ആയിഷ? ആയിഷ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണങ്ങ് നൽകാൻ പോകുന്നത്? ഇത് ആയിഷ, ചെറിയൊരു കുഞ്ഞാണ്, ഇവനക്ക് നീ ഉമ്മയാകണം. ഉമ്മയില്ലാത്തൊരു പ്രയാസം ഇവൻ അനുഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകരുടെ പെരുന്നാൾ. അതാണ് ഈ സുദിനത്തിൻ്റെയൊക്കെ സന്ദേശം. അവിടെ വിശപ്പുള്ളവൻ്റെ വിശപ്പ് നമ്മൾ അറിയുക. ആ വിശപ്പ് നോക്കുമ്പോൾ മതമോ രാഷ്ട്രീയമോ ജാതിയോ ഒന്നും നമ്മുടെ മുന്നിൽ തടസ്സമാകില്ലേ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് നമ്മുടെ കരളിൻ്റെ കഷ്ടമായ പരിശുദ്ധ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. പട്ടിണി ഉണ്ടാകല്ലേ. നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ പരിസരത്തുള്ളവൻ ഏത് പേരുകാരനോ ആവട്ടെ, അവൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവനാണെങ്കിൽ നീ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന കൃത്യമായ സന്ദേശം ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, സർവോപരി സാഹോദര്യത്തിൻ്റെയൊക്കെ നല്ല ഒരു നാളുകൾ രൂപപ്പെടുത്താൻ
അതിലൂടെ രൂപപ്പെടുന്ന നല്ലൊരു മാനവികതയെ സ്വപ്നം കണ്ട് ഈ രാജ്യത്തിൻ്റെ മഹിതമായ പൈതൃകം പൂർണ്ണ ഭംഗിയോടെ നിലനിൽക്കാനുള്ള പ്രാർത്ഥനാപൂർവമായിരിക്കട്ടെ നമ്മുടെയൊക്കെ ഈ പെരുന്നാളിൻ്റെ സുദിനം നമ്മൾ ആഘോഷിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി പുതിയ വസ്ത്രങ്ങളണിഞ്ഞ് പുത്തനുടുപ്പുമായി തക്ബീർ മുഴക്കിക്കൊണ്ട് ഈ പരിശുദ്ധമായ സുദിനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കൊതിക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് ദിവസങ്ങളോളം NCVയുടെ ഈ പ്രോഗ്രാം ദർശിച്ച ഈ റംസാൻ നിലാവിൻ്റെ ഭാഗമായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും, എല്ലാ സഹോദര സഹോദരിമാർക്കും ഒരിക്കൽ കൂടി കൃത്യമായി ഈ ചാനലിന് വേണ്ടി അതുപോലെ വ്യക്തിപരമായും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെ വിനയത്തോടെ എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ അർപ്പിക്കുന്നു. ഇനിയും ഒരുപാട് നന്മകളുടെ സന്ദേശവാഹകരായി നിശ്ചിത കാലം വരെ സഞ്ചരിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.